അനുപമ, നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തൊരു വിഷയമാണ് ഈ കൊല്ലം കൊട്ടിയത്ത് ഒരു ഭർത്താവ് നടു റോട്ടിൽ വെച്ച് ഭാര്യയെ തീ കൊളുത്തി കൊന്ന സംഭവം. നമ്മളെല്ലാവരും ആ വാർത്തയെ, വളരെ ദാരുണമായ ഒരു വാർത്തയാണ്, നമ്മളെല്ലാവരും ആ വാർത്തയെ കുറിച്ച് സംസാരിച്ചിരുന്നു. എങ്ങനെയാണ് ആ ഭർത്താവിന് അത്രയും നീചമായ ഒരു കൃത്യം ചെയ്യാൻ സാധിച്ചത്, അല്ലെങ്കിൽ എങ്ങനെ അത് കണ്ടു നിൽക്കാൻ സാധിച്ചു എന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു. പക്ഷെ നമ്മുടെ സമൂഹ മാധ്യമങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ വാർത്തയുടെ താഴെ, അല്ലെങ്കിൽ ഈ വാർത്ത പോസ്റ്റ് ചെയ്ത പേജുകൾക്ക് താഴെ വരുന്ന കമന്റുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് അതിലൊരു പറ്റം മനുഷ്യരെ കാണാൻ സാധിക്കും. അവർ ചോദിക്കുന്നത്, അല്ലെങ്കിൽ അവർ പറയുന്നത്, ഭർത്താവ് അങ്ങനെ ഭാര്യയെ തീ കൊളുത്തി കൊന്നിട്ടുണ്ടെങ്കിൽ ആ ഭാര്യ അത് അർഹിക്കുന്നത് കൊണ്ടായിരിക്കും. അവൾ തെറ്റ് ചെയ്യാതെ ഭർത്താവ് അങ്ങനെ ചെയ്യില്ല, അവൾ ക്രൂരയായതുകൊണ്ടാണ് ഭർത്താവ് അങ്ങനെ ചെയ്തത്. ഈ ഭർത്താവിനെ ന്യായീകരിച്ചുകൊണ്ടുള്ള ഒരു എന്താ പറയാ, ഒരു മാഫിയ തന്നെ നമുക്ക് ഈ കമന്റ് സെക്ഷനിൽ കാണാൻ സാധിക്കും. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഇത്രയും ക്രൂരമായ ഒരു കൃത്യം ചെയ്ത ഒരാളെ എങ്ങനെയാണ് ഇവർ ന്യായീകരിക്കുന്നത്? ഇത് ആക്ച്വലി അവരെ മാഫിയ എന്നല്ല വിളിക്കേണ്ടത്, സോംബികൾ എന്നാണ് വിളിക്കേണ്ടത്. കാരണം മനുഷ്യരെ ഇങ്ങനെ എന്താ പറയാ, ഇയാളും മനുഷ്യനാണ്, കൊന്നയാളും മനുഷ്യനാണ്. ആ മനുഷ്യനെ ഇങ്ങനെ ചുട്ടുകൊല്ല. ഞാനും ആ കമന്റുകൾ ഞാൻ കണ്ടിരുന്നു. അപ്പൊ അതിനകത്ത് പറയുന്നത് തീയിട്ട് കൊന്നത് കുറഞ്ഞു പോയി തരത്തിലുള്ള കമന്റുകളും നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും. അപ്പൊ മനുഷ്യൻ കൊല്ലുക എന്നൊക്കെ പറയുന്ന, അല്ല അതിൽ ആനന്ദം കണ്ടെത്തുന്നതൊക്കെ സോംബികളാണ്. അപ്പം അങ്ങനത്തെ ഒരു കൃത്യം ചെയ്തിട്ട് അതിനെ വാനോളം പുകഴ്ത്തുക, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഭയങ്കര അംഗീകാരമാണ് ലഭിക്കുന്നത് ഈ ഒരു കൃത്യം ചെയ്ത ഭർത്താവ് പത്മരാജൻ എന്നു പേരുള്ള മനുഷ്യന്. നമ്മൾ കണ്ടിരുന്നു ഈ ദിലീപ് കേസില് പൾസർ സുനി ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോ മാലയിട്ട് സ്വീകരിച്ച കുറെ ആൾക്കാരെ കണ്ടു. പൾസർ സുനിയെ മാത്രമല്ല, സവാദിനെ മാലയിട്ട് സ്വീകരിച്ച ഓൾ ഇന്ത്യ മെൻസ് അസോസിയേഷനെ നമ്മൾ കണ്ടതാണ്. ഇവരൊക്കെ എന്താണ് ഇതിനെ പിന്നിലെ ചെയ്തോ വികാരം എന്ന് എനിക്കറിയില്ല. ഇവരെന്താണ് ചിന്തിക്കുന്നത്? ആരെയായാലും ആൺ പെണ്ണിനെയോ പെണ്ണാണിനെയോ ആയാലും ഉപദ്രവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഉപദ്രവിച്ച ആളെ എങ്ങനെയാണ് ഈ മാല ഇട്ട് സ്വീകരിക്കപ്പെടാൻ പ്രാപ്തനാവുന്നത് അല്ലെ പ്രാപ്തയാവുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, എല്ലായ്പ്പോഴും സ്ത്രീകൾ അല്ലെങ്കിൽ വിവാഹിതരായ രണ്ടു പേർക്കിടയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി അത് എപ്പോഴും അത് സ്ത്രീന്റെ പക്ഷത്തായിരിക്കും ആ തെറ്റ് എന്നുള്ളതാണ്. ഇനി എങ്ങാനും ഈ ഒരു പുരുഷൻ ഭർത്താവായിരിക്കുന്ന ആൾ വേറൊരു പരസ്ത്രീ ബന്ധത്തിന് പോയിട്ടുണ്ടെങ്കിൽ പറയും അത് ഭാര്യയുടെ പിടിപ്പുകേടുകൊണ്ടാണ്, അല്ലെങ്കിൽ ഭാര്യ പോരാത്തത് കൊണ്ടാണ്. അതല്ലെങ്കിൽ ഇനിയിപ്പോ മദ്യപാനത്തിന്റെ കേസിലാണെങ്കിലും പറയും അത് ഭാര്യ അദ്ദേഹത്തിനെ നിലയ്ക്ക് നിർത്താത്തത് കൊണ്ടാണ്. എപ്പോഴും എന്ത് സംഭവിച്ചാലും അത് ഭാര്യയുടെ തലയിലാണ്. അത് ആ ഒരു പ്രവണത കൊണ്ടാണ് ഈ കമന്റ് സെക്ഷനിൽ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ പറയുന്ന, എനിക്ക് തോന്നിയത് അനുസരിച്ചിട്ട് ഒരു സ്ത്രീ എന്ന് പറയുന്നത് ഒരു ഫാമിലിയുടെ ഒരു നെടുന്തൂണ് പോലെയാണ് ഒരു സ്ത്രീ വർക്ക് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒരു വീടിനെ എടുക്കുകയാണെങ്കിൽ അവിടുത്തെ അമ്മ എന്ന് പറയുന്ന വ്യക്തിയാണ്, അച്ഛൻ മക്കൾ തമ്മിലുള്ള ഒരു ലിങ്കായിട്ട് പ്രവർത്തിച്ചു വരുന്ന ഒരു അമ്മയാണ്. അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീയുടെ റോള് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പക്ഷേ ഈ റോള് എന്താ പറയാ, അവർ ചെയ്യുന്ന ഈ റോള് കുറച്ച് കൂടിപ്പോയാലും പ്രശ്നമാണ്, കുറഞ്ഞു പോയാലും പ്രശ്നമാണ്. ഇപ്പൊ അനുപമ പറഞ്ഞു, ഈ ഭർത്താവ് മദ്യപിച്ചു വന്നു കഴിഞ്ഞാൽ സ്ത്രീ അയാളെ നിലയ്ക്ക് നിർത്താത്തത് കൊണ്ടാണ് എന്ന് പറയുന്നവരുണ്ട്. അതേസമയം ഈ സ്ത്രീ അവർക്ക് സ്വസ്ഥത കൊടുക്കാത്തത് കൊണ്ടാണ് ഇവർ കള്ളു കുടിക്കുന്നത് എന്ന് പറയുന്നവരുമുണ്ട്. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്താലും സ്ത്രീയുടെ ഭാഗത്ത് തെറ്റുണ്ട്. നമ്മളിപ്പോ ഇനി ഈ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ, ഇയാൾ ചെയ്ത കൃത്യം എന്ന് പറയുന്നത് ആ സ്ത്രീയെ ശാസിക്കുകയോ അല്ലെങ്കിൽ അതിന്റെ പേരിൽ ഒരു വഴക്കുണ്ടാക്കുകയോ അല്ല. ഒരു നടു റോട്ടിൽ വെച്ച്, അത് വാഹനങ്ങൾ പോകുന്ന നടു റോട്ടിൽ വെച്ച് തീ കൊളുത്തുകയാണ് ചെയ്തിരിക്കുന്നത്. അത് ഇയാളിനി എത്രത്തോളം പാവപ്പെട്ട മനുഷ്യനാവട്ടെ, ഇയാളിനിപ്പോ എത്രത്തോളം നല്ല മനുഷ്യനാവട്ടെ, അങ്ങനെ ചെയ്ത ഒരു മനുഷ്യനെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരാൾക്ക് ന്യായീകരിക്കാൻ സാധിക്കുക? ഇനിയിപ്പോ ഈ സ്ത്രീ ചെയ്തത് തെറ്റാണെന്നിരിക്കട്ടെ, ഈ സ്ത്രീക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടായിരുന്നെന്നോ, അല്ലെങ്കിൽ ഈ സ്ത്രീ ഇയാളെ ചതിച്ചെന്നോ, അല്ലെങ്കിൽ ഇയാളെ പണം തട്ടിയെടുത്തെന്നോ എന്തോ ആവട്ടെ, അങ്ങനെയുള്ള ഒരാളെ ചെയ്യേണ്ടത് ഇതാണോ? അയാളെ നിയമത്തിന് മുന്നിലേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ കൃത്യമായി അതിനുള്ള നടപടികൾ എടുപ്പിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതിന്റെ പേരിൽ ഒരു സ്ത്രീയെ, അല്ലെങ്കിൽ ഒരു സ്ത്രീ പോട്ടെ, ഒരു മനുഷ്യനെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നടുറോട്ടിൽ തീയിട്ട് കൊല്ലാനുള്ള അധികാരം ആരാണ് ഇയാൾക്ക് കൊടുത്തത്? ഈ ഭാര്യ ഇത് അർഹിക്കുന്നുണ്ടോ അർഹിക്കുന്നില്ലേന്ന് തീരുമാനിക്കുന്നത് ഈ കമന്റ് ഇടുന്നവരാണോ? അതാണ് മനസ്സിലാവാത്ത. ഈ പൊതുജനങ്ങളാണ് ഈ കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കുന്ന പോലെ സംസാരിക്കുന്നത്. അവരാണ് ആരുടെ പക്ഷത്താണ് തെറ്റ് എന്നൊക്കെ അവരങ്ങോട്ട് ജഡ്ജ് ചെയ്ത് അവരാണ് തീരുമാനിക്കുന്നത്. അവർക്ക് ഇതിനുള്ളിലെ ഇന്നർ കാര്യങ്ങൾ, അല്ലെങ്കിൽ എവിടുന്നാണ് ഇതിന്റെ ഉദ്ഭവം എന്നറിയോ അല്ലെങ്കിൽ അറിഞ്ഞാലോ ഒന്നും ഒരു വിഷയമല്ല. നമ്മളിപ്പോ ഈ വാർത്താ മാധ്യമങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഇതിനെക്കുറിച്ച് കൃത്യമായ ഒരു വിവരങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. കാരണം പ്രത്യേകിച്ച് ഇപ്പൊ ഇന്നലെയാണ് ഈ കമന്റുകൾ കൂടുതലായിട്ട് നമ്മൾ കണ്ടിരിക്കുന്നത്. ഇന്നാണ് പിന്നെ അതിന്റെ മൊഴികൾ, അയാൾ നൽകിയ മൊഴികളൊക്കെ, അല്ലെങ്കിൽ അവരുടെ പാരന്റ്സിന്റെ റിയാക്ഷൻ ഒക്കെ ഇന്നത്തേക്കാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാലും അതിൽ ബേസിക്കലി ഇവർ തമ്മിലുള്ള പ്രശ്നം എന്താണ്? ഒരു ബിസിനസ് പാർട്ട്ണറുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമാണ്. ഈ ഭാര്യ ഒരു ബേക്കറി ബിസിനസ് തുടങ്ങുകയും ആ ബേക്കറി ബിസിനസ്സിൽ ഒരു പാർട്ട്ണറായിട്ട് ഹനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടാവുകയും ഇയാൾ ഉണ്ടാവുന്നതിൽ ഈ ഭർത്താവിന് അതൃപ്തി ഉണ്ടാവുകയും അതുമായി ബന്ധപ്പെട്ട വഴക്കുകളുമാണ്. ഇതിൽ വേറെ എവിടെയെങ്കിലും ഇവർക്കൊരു ഇലിസിറ്റ് അഫെയർ ഉണ്ടായതായിട്ടോ
അല്ലെങ്കിൽ ഇവര് വേറൊരു രീതിക്ക് സഞ്ചരിച്ചതായിട്ടോ ഇയാളെ ചതിച്ചതായിട്ടോ ഒന്നും പറയുന്നില്ല. പിന്നീട് ഇവരെല്ലാവരും കൂടിയിരുന്ന് ചർച്ച നടത്തി ഈ പാർട്ട്ണറെ ഒഴിവാക്കാൻ തീരുമാനിക്കുകയും പൈസ കൊടുക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഇത്രയും എഫേർട്സ് അവർ അവിടെ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ആ ചർച്ചയ്ക്ക് ശേഷം വീട്ടിൽ നിന്ന് പോയ ഒരു സ്ത്രീയെ ഇയാൾ എന്തിനു നടുറോട്ടിൽ വെച്ച് തീയിട്ട് കൊന്നു? അതിനിടയിൽ എന്താണ് ഇവർ തമ്മിൽ സംഭവിച്ചത് എന്നുള്ളത് ആരും ഒന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നു പത്മരാജന്റെ മൊഴിയിലും അത് വ്യക്തമാക്കിയിട്ടില്ല എന്തുകൊണ്ടാണ് അത് എന്നുള്ളത്. അപ്പോൾ ആ കാരണങ്ങൾ അറിയാതിരിക്കും ഒരു ആളെ ക്രൂശിക്കുന്നതിൽ തെറ്റില്ലേ? അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ അതിനുള്ള ഒരു അവകാശമോ അല്ലെങ്കിൽ അധികാരമോ നമുക്കുണ്ടോ? ഇല്ല. അങ്ങനെ ഒരാളെ നമുക്കറിയാത്തൊരു കാര്യം വെച്ചിട്ട് അല്ലെങ്കിൽ നമുക്ക് വലിയ വ്യക്തത ഇല്ലാത്തൊരു കാര്യം വെച്ചിട്ട് നമ്മൾ അതിനെ വിലയിരുത്താനോ അല്ലെങ്കിൽ അതിനെ ജഡ്ജ് ചെയ്യാനോ പോകുന്നത് വളരെ തെറ്റാണ്. പിന്നെ അതിന്റെ പേരിൽ നമ്മൾ ആരെയും ക്രൂശിക്കാനോ അല്ലെങ്കിൽ അവരെ അഭിനന്ദിക്കാനോ പോകുന്നത് മറ്റൊരു തെറ്റാണ്. ഈ കമന്റ് സെക്ഷനിൽ നമ്മളിപ്പോ നമ്മുടെ ചർച്ചാ വിഷയം തന്നെ അതാണ്. ആളുകൾ ഈ ഒന്നും അറിയാതെ അല്ലെങ്കിൽ അറ്റവും വാലും അറിയാതെ എന്ന് പറയുന്ന പോലെ ഇദ്ദേഹത്തെ വാഴ്ത്തുകയാണ്. അദ്ദേഹത്തെ ചുമലുകളിലേറ്റി ഹോയ് വിളിച്ച് ജയ് വിളിച്ച് കൊണ്ടുപോവുകയാണ്. ശരിക്കും അയാൾ ചെയ്ത കൃത്യം എന്താണ്? അയാൾ ഇപ്പൊ ശില്പ പറഞ്ഞ പോലെ അയാള് പാവോ നല്ലവനോ അല്ലെങ്കിൽ സദ്ഗുണ സമ്പന്നനോ ആരോ ആയിക്കോട്ടെ, അദ്ദേഹം ചെയ്തത് ഒരു ക്രൈമാണ്. അറ്റ്ലാസ്റ്റ് അതൊരു ക്രൈമാണ്. ഒരു മനുഷ്യനെ അദ്ദേഹം കൊന്നു, അതും വളരെ പൈശാചികമായ രീതിയിലാണ് കൊന്നത്. അപ്പൊ അതിന് അദ്ദേഹം ശിക്ഷ അർഹിക്കുന്നുണ്ട്. ഇനി അതിന്റെ ഡീറ്റെയിലേക്ക് പോലീസ് വരെ അല്ലെങ്കിൽ നിയമം വരെ അതിന്റെ വിശദാംശങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള വാഴ്ത്തലുകളും ഒക്കെ കാണുമ്പോൾ ഇത് ഇവര് കുറച്ചാൾ ഇരുന്ന് വാഴ്ത്തുന്ന ഇവര് മാത്രം കാണുന്നതല്ല. ഒരുപാട് ആ കമന്റ് സെക്ഷൻ ആരൊക്കെ തുറന്നു നോക്കുക അവരെല്ലാവരും കാണുന്നുണ്ട്. നമ്മൾ ഈ പറയല്ലോ ആളുകൾ ഇൻഫ്ലുവൻസ്ഡ് ആവില്ലേ? ഇത് ഇൻഫ്ലുവൻസ്ഡ് ആവുമല്ലോ, ഓഫ് കോഴ്സ് ആവും. എട്ടേതാ പൊട്ടേതാന്ന് അറിയാത്ത യുവജനതയോ അല്ലെങ്കിൽ കുട്ടികളടക്കം ആക്റ്റീവാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ. അവരിതെടുത്ത് നോക്കുമ്പോൾ പൊതുവെ മുതിർന്നവർ ചെയ്യുന്നത് എന്താണോ അതിനെ ഒരു കോപ്പി ചെയ്യാനുള്ള ഒരു പ്രവണത ഉള്ള ആളുകളാണ് കുട്ടികൾ. അപ്പൊ അവരിത് കാണുന്ന സമയത്ത് നമ്മൾ ഈ തൊപ്പീനെയൊക്കെ എന്തുകൊണ്ടാണ് കുട്ടികൾ ഇത്ര ആരാധിക്കുന്നത്? ഇരുന്ന് ഭയങ്കര ഒച്ചയിട്ട് അങ്ങനെയൊക്കെ സംസാരിക്കുന്നു, ഭയങ്കര എന്താ പറയാ, അങ്ങനെയൊക്കെ ഭയങ്കര എക്സ്പോഷറിൽ അദ്ദേഹം സംസാരിക്കും. കുട്ടികൾ അതിൽ ആരാധന മൂത്തിരിക്കുവാണ്. അവർക്ക് അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ എന്താ, അല്ലെങ്കിൽ അയാൾ പറയുന്ന വാക്ക് എത്രത്തോളം സഭ്യമാണ്, ഇതൊന്നുമല്ല മാനദണ്ഡം. അവർക്ക് ഭയങ്കര എന്തോ സംഭവമാണ്. ഒരു പൊലിവ് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഭയങ്കരമായിട്ട് കമിഴ്ന്ന് വീഴാണ് അവർ ആരാധന മൂത്തിട്ട്. അതേപോലെയാണ് അവർക്ക് എന്താ പറയാ, നല്ലത് ഏതാ മോശം ഏതാ എന്ന് വേർതിരിച്ചറിയാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ ആ ഒരു പ്രായത്തിൽ ഇത്തരം കമന്റുകളൊക്കെ കാണുമ്പോൾ അവരവിടെ തീരുമാനിക്കും, അപ്പം പെണ്ണുങ്ങളായിരിക്കും എപ്പോഴും തെറ്റുകാർ, ആണുങ്ങളുടെ സൈഡിൽ എന്തായാലും എപ്പോഴും ഒരു ശരിയുടെ ഒരു പോയിന്റെങ്കിലും ഉണ്ടാവും, അപ്പം അവരെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത്. അങ്ങനെയുള്ളൊരു സാധനം അവിടെ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യും ഇങ്ങനത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്. അത് മറ്റൊരു കാര്യം. പിന്നെ വീണ്ടും ഈ ഒരു മഹാത്മാഗാന്ധിനെ കൊന്ന ഗോഡ്സേന്റെ ഫോട്ടോ എടുത്ത് മാലയിട്ട് പൂജിക്കുന്നവരിൽ തുടങ്ങിയിട്ട് ഇപ്പൊ ഈ പൾസർ സുനീനെ എന്താ പറയാ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് അല്ലെങ്കിൽ മാലയിട്ട് ജയിലിന്റെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്ന ആളുകളിൽ അങ്ങനെ തുടരുകയാണ്. ഇതിനൊരു അന്ത്യം വരുന്നില്ല. ഇദ്ദേഹം ഇത് ചെയ്തപ്പോഴും ഈ പത്മരാജൻ ഈ കേസിൽ ഇത് ചെയ്തപ്പോഴും ഇത് തന്നെയാണ് ആവർത്തിക്കപ്പെടുന്നത്. ഇനിയും ഇത് ആവർത്തിക്കപ്പെടും. ഇപ്പൊ എന്താണെന്നറിയോ, ഇപ്പൊ അനുഭവം പറഞ്ഞ പോലെ തന്നെ ഈ കമന്റ്സ് വായിക്കുന്ന ആൾക്കാർ അത് അവർക്കൊരു തോന്നൽ വരാം, ഓക്കെ ഞങ്ങൾ ഇത് ചെയ്താലും ഞങ്ങളുടെ ഭാഗത്ത് ന്യായം കാണാനുള്ളവരുണ്ട്. ഇപ്പോൾ ഈ പൾസർ സുനിയുടെ കാര്യം പറഞ്ഞു, അതുപോലെ തന്നെ KSRTC ബസ്സിൽ നഗ്നതാ പ്രദർശനം നടത്തിയ വ്യക്തിയാണ് സവാദ് എന്ന് പറയുന്നത്. സവാദ് ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ എനിക്ക് തോന്നുന്നു ഓൾ ഇന്ത്യ മെൻസ് അസോസിയേഷൻ ഒരു പറ്റം ആളുകൾ നിന്നിട്ട് അദ്ദേഹത്തെ മാലയിട്ട് സ്വീകരിച്ചു. അപ്പൊ മറ്റൊരാൾക്ക് അത് ചെയ്തു കഴിഞ്ഞാലും ഇത്തരത്തിലുള്ള അസോസിയേഷനുകളോ അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആൾക്കാരോ അവരെ സപ്പോർട്ട് ചെയ്യാനുണ്ടാവും. അവർ ഒറ്റപ്പെടില്ല, അല്ലെങ്കിൽ അവർക്ക് എന്താ പറയാ, അവർക്കൊരു ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ട് ഉണ്ടാവും, അവരെ ന്യായീകരിക്കാൻ കുറച്ചു പേരുണ്ടാവും എന്നുള്ളൊരു എന്താ പറയാ ഒരു കോൺഫിഡൻസ് വരികയാണ്. ഇനിയിപ്പോ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഈ കേസ് അന്വേഷിച്ച് തെളിയുകയാണ് ഈ സ്ത്രീയുടെ ഭാഗത്തായിരുന്നു തെറ്റ്, അല്ലെങ്കിൽ ഈ സ്ത്രീ എന്തെങ്കിലും തെറ്റ് ചെയ്തത് കൊണ്ടാണ് ഈ പത്മരാജൻ എന്ന് പറയുന്ന മനുഷ്യൻ ഈ സ്ത്രീയെ തീയിട്ട് കൊന്നത് എന്ന് തെളിയുകയാണെന്നിരിക്കട്ടെ. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, എന്നാലും അയാൾക്ക് ഈ സ്ത്രീയെ തീയിട്ട് കൊല്ലാനുള്ള അധികാരം ഇല്ല. അപ്പൊ അതിനെ പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ന്യായീകരിച്ച് വെക്കുക എന്നുള്ളതാണ് വലിയ ചോദ്യം. നമുക്ക് എന്തായാലും ഇനി കേസ് മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. വരും ദിവസങ്ങളിൽ എനിക്ക് തോന്നുന്നു അതിന് കൂടുതലും വ്യക്തമായ അറിവുകൾ നമുക്ക് അറിയാൻ സാധിക്കുമായിരിക്കും. പക്ഷെ ഈ കമന്റ് ഇടുന്നവരോട് പറയാനുള്ളത്, നിങ്ങൾ ഇത്തരത്തിലുള്ള കമന്റുകൾ ഇട്ട് മറ്റുള്ളവരെ കൂടി വഴിതെറ്റിക്കുക, അല്ലെങ്കിൽ അവർക്കൊരു എന്താ നെഗറ്റീവ് മോട്ടിവേഷനായി മാറാതിരിക്കുക. ചിന്തിക്കുകയും കൂടെ ചെയ്യാം, ഞാൻ ചെയ്യുന്നത് ശരിയാണോ, ഞാൻ ഈ പറയുന്നത് ശരിയാണോ, ഞാൻ ഈ ഇന്ന ആളുടെ പക്ഷത്ത് നിൽക്കുന്നത് അതിൽ ന്യായം ഉണ്ടോ എന്നുകൂടെ ചിന്തിച്ചതിന് ശേഷം ഈ ഒരു പൊതുമധ്യത്തിൽ വന്ന് അഭിപ്രായം ഉന്നയിക്കുന്നത് നന്നായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.